ഹലോ ഗൈസ്, കുറച്ച് നാളുകളായിട്ട് ഇൻസ്റ്റഗ്രാമിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരാളെയാണ് എൻ്റെ ഹസ്ബൻഡ് സർപ്രൈസ് ആയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു സാധനമാണ് കേട്ടോ കഴിച്ച് നോക്കാനായിട്ട്. അപ്പോൾ എന്തായാലും കുറച്ച് ലേറ്റായി. അപ്പോൾ എന്തായാലും പുള്ളിനോട് ഒരു നന്ദി പറഞ്ഞേക്കാന്ന് വിചാരിച്ചു. താങ്ക് യു. നന്ദി പറഞ്ഞപ്പോൾ മോന്തി ഇങ്ങനെ എന്തെങ്കിലും അവിടെ സാധനം പുറത്തെടുത്ത് അൺബോക്സ് ചെയ്യാം. എന്തായാലും എൻ്റെ ആക്രാന്ത കാരണം എങ്ങനെ എടുക്കേണ്ടതെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അവിടെ നേട്ടം പറയായിരുന്നു, എടി അങ്ങനെയല്ല ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്നൊക്കെ പറയായിരുന്നു കേട്ടോ. എന്തായാലും ഇതിൻ്റെ പാക്കേജിങ് ഒരു രക്ഷയില്ല, എല്ലാം നല്ല സേഫ് പാക്കേജിങ് ആയിരുന്നു കേട്ടോ. ഡിപ്പ് വേറെ സെക്ഷൻ, സ്പൂൺ വേറെ സെക്ഷൻ, എല്ലാം വെവ്വേറെ ആയിട്ടാണ് അവർ പാക്കേജ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്ത് നോക്കി, സാധാരണ കാണുന്ന പോലെ ആയിരിക്കും എന്ന് വിചാരിച്ചു. എക്സാക്റ്റ് അതുപോലെ തന്നെ ഇതിൻ്റെ ഡിപ്പൊക്കെ ഇട്ട് മുകളിൽ ഇങ്ങനെ ഒഴിച്ച് കറക്കി ഒഴിച്ചിട്ടൊക്കെ തിന്നണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒഴിച്ച് വന്നപ്പോഴത്തേക്കും തത്തരാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി ചിക്കിട്ട പോലെ ആയിപ്പോയി കേട്ടോ. എല്ലാം എൻ്റെ ആക്രാന്തം കാരണമാണ്. പേടിക്കേണ്ട, നമുക്ക് തിന്നാൽ മാത്രം പോലെ കറക്കി അറിഞ്ഞ് വിഴുങ്ങാനൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇതൊന്ന് വീഡിയോ എടുക്കാൻ പോലെ സമാധാനം പോലും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. അത്ര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചിലവർ വീഡിയോസിൽ കണ്ടായിരുന്നു ഇതിന് അത്ര രുചിയില്ല എന്നൊക്കെ. പക്ഷേ എന്തുകൊണ്ട് അവരങ്ങനെ പറഞ്ഞെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അത്ര ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ ആക്രാന്തം കാരണം അമ്മ ഒരു പാത്രം എടുത്തിട്ട് ഇതിലാരും തൊട്ട് പോരുമെന്ന് പറഞ്ഞിട്ടും ആളതെടുത്ത് ഒറ്റയ്ക്ക് തിന്നാൻ തുടങ്ങിയിട്ട് ഇത് എൻ്റെ അമ്മയുടെ ജെന്യുവിൻ റിയാക്ഷനാണ്. കാരണം എൻ്റെ നമുക്ക് ചോക്ലേറ്റ്സ് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അമ്മ സാധാരണ ഡയറി മിൽക്ക് കാഡ്ബറീസ് ഒക്കെയാണ് കഴിക്കാറ്. പക്ഷെ അമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. മക്കളെ 600 സംതിങ് എന്തോ ആയി. ഇത് വേർത്താണെന്നാണ് പറഞ്ഞത്. പിന്നെ പുള്ളിക്ക് പ്രത്യേകിച്ച് എന്ത് കഴിച്ചാലും റിയാക്ഷനൊന്നുമില്ല. കുട്ടീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ കുട്ടീനൊന്നും ആകാന്നില്ല, എനിക്ക് എന്തായാലും തിന്നാൽ മതി. പിന്നെ 2 എണ്ണം കൂടെ പുറകെ അടക്കിയിരുന്നു പൊന്നും കടും. സാധാരണ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ പൊന്നും കടുവിന് ഒരു വാനില ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം വാങ്ങിയില്ല. നെക്സ്റ്റ് ടൈം മേടിക്കണം. എന്തായാലും അവർക്ക് ഡിപ്പൊക്കെ ഇത്തിരി കൊടുത്തിട്ട് അവർക്കൊന്ന് സമാധാനമാക്കി കൊടുത്തു. എന്തായാലും ഞാൻ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചിട്ടോ. നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും വൺസ് എ ടൈമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് സൂപ്പർ സാധനമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.